ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഞണ്ട് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് ഞണ്ട് ഞാൻ നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ക്ലീനായിട്ട് കഴുകി വെച്ച ഞണ്ട്. അപ്പം ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഞാൻ പപ്പാതി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് മസാല ഇടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്നും ചേരാൻ പാടില്ല. മസാല മാത്രം ഇട്ടിട്ട് നമുക്കതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആ കഴുകി വെച്ച ഞണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് പെരട്ടി അങ്ങോട്ട് വയ്ക്കാം. കൈകൊച്ച് നമുക്ക് ഇത് പെരട്ടാൻ പറ്റത്തില്ല, ഇതിൻ്റെ മുള്ളൊക്കെ കൊള്ളും. അപ്പം ഞാൻ സ്പൂൺ വെച്ചാണ് ഇളക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ മാംസത്തിലൊക്കെ എല്ലാം ഒന്ന് പിടിക്കും. അപ്പം നമുക്ക് അതേപോലെ ഒന്ന് പെരട്ടി വയ്ക്കാം. അപ്പം നമുക്ക് പാനെടുപ്പ് വയ്ക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഇടാം. ചെറിയ ഉള്ളി മെയിനായിട്ട് ഇടണം. ചെറിയ ഉള്ളി ഫുള്ളായിട്ടിട്ട് അത്ര ടേസ്റ്റാണ്. ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ തക്കാളിപ്പഴവും ചേർക്കാം ഒരെണ്ണം. തക്കാളിപ്പഴം തീർന്നു പോയി, അപ്പം ഞാൻ തക്കാളിപ്പഴം ഇട്ടിട്ടില്ല. അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അതൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആ ചതച്ചതിൻ്റെ ബാലൻസ് ഇരുന്ന് ഞാൻ അതിലിട്ട് കൊടുത്തു. തേങ്ങാക്കൊത്തും ഇടാം. തേങ്ങാക്കൊത്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് പൊടിക്കാത്ത മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ജീരകമാണ്, അല്ലാതെ പട്ടയും ഗ്രാമ്പും അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ രണ്ടും കൂടാണ് ചേർത്തത്. അപ്പം നമുക്ക് പിന്നെ മുളകൊക്കെ പുരട്ടി വെച്ച് ആ ഞണ്ട് നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് തീ കുറച്ച് വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ. ഏറ്റവും തീ എത്ര കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് നമുക്ക് കുറേ സമയം, അധിക സമയം കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരണം. നല്ല ടേസ്റ്റ് തന്നെ. ഇതൊന്ന് കഴിക്കാൻ കുറേ സമയം എടുത്ത് വേണം ഇത് കഴിക്കാൻ. പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് കുറേ സമയം എടുത്തിട്ട് നമുക്കിത് കഴിക്കണ്ട. അപ്പോൾ ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഞാൻ തീയും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് കറിയൊക്കെ നല്ല തിളച്ച് വെന്ത് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.